കൃപാവരത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 34-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തകനായ ദാവീദിന്റെ അനുഭവമാണ് ഈ വചനത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കപ്പെടുന്നത്. കർത്താവിനെ ആശ്രയിക്കുന്ന ജീവിതങ്ങൾ എന്തുമാത്രം പ്രതികൂലങ്ങളിലൂടെയും തകർച്ചകളിലൂടെയും കടന്നുപോയാലും അവരെ കരുതുവാൻ മതിയായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. പൂർണ്ണമായി നമുക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് തകർന്നുപോയ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ അനുഗ്രഹിക്കുന്നവനായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും സ്നേഹമായി വന്നു നിറയണമേ. ഡിവോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതിമാരെയും പരിശുദ്ധാത്മാവേ ദൈവസ്നേഹം കൊണ്ട് ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് ആത്മാവിൽ നിറഞ്ഞ് കരമടിച്ച് നമ്മൾ പാടി സ്തുതിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങുന്ന സമയം. നമ്മുടെ വേദനകളും പരാജയങ്ങളും എല്ലാം കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പാടി ആരാധിക്കുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള്, സ്നേഹം നഷ്ടപ്പെട്ടു പോയി കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. ലാ 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 ലാ. സ്നേഹത്തിന്റെ കരം നീട്ടി ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പിണക്കമില്ല, വശിയുമില്ല, ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. ഇതാ നമ്മുടെ കുടുംബങ്ങളുടെ കരുത്ത്. ഈ അഭിഷേകത്തിന് വേണ്ടി ചേർന്ന് പാടുകേ. കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നായി വളരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കണ്ണി പടരണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം. വിശ്വാസ്യത കേൾക്കട്ടെ. തുള്ളിച്ചാടി നൃത്തം ചെയ്ത് പാടി ആരാധിക്കും മക്കളെ. ഇത് കൃപയുടെ സമയം.
la 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 la. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന തകർച്ചകളെ ഉയർച്ചകളാക്കുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് സ്നേഹത്തിന് അഭിഷേകമായി വന്നു നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികള്, തിന്മയുടെ ശക്തികള് പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ. കുടുംബങ്ങളെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന സാത്താന്യ ശക്തികള്, അന്ധകാര ആധിപത്യ അധികാരം പോലുകള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിവോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതിമാർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, ദൈവ സ്നേഹത്തിൽ നിറയട്ടെ. ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള പൈശാചിക ചിന്തകളിൽ നിന്ന് അവർ വിടുവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ നേരിടുന്ന തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, പരാജയങ്ങള്, വിട്ടുമാറാത്ത രോഗങ്ങള്, അകാല മരണങ്ങള്, അപകട മരണങ്ങള്, എല്ലാ വിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ ആത്മാവേ വിമോചിപ്പിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. വംശപരമ്പരകളെ പരിശുദ്ധാത്മ ശക്തിയാൽ പൂരിതമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ തകർച്ചകൾ മൂലം നിരാശപ്പെട്ടിരിക്കുന്ന ആയിരങ്ങളുടെ കണ്ണീര് കണ്ട് കർത്താവേ അവരെ ആശ്വസിപ്പിക്കണമേ. അവിടെ നിലവിളിക്ക് ഉത്തരം കൊടുക്കണമേ. അവിടെ കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. സ്നേഹത്തിന്റെയും കൃപയുടെയും ഭവനങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് പകരുന്ന അഭിഷേകത്തിനായി, അങ്ങ് നൽകുന്ന സാന്നിധ്യത്തിനായി, അങ്ങ് നൽകുന്ന പരിശുദ്ധാത്മ നിറവിനായി അങ്ങയോട് സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ലോർഡ്. പൊന്നു കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചതിനായി അനേകമായിരങ്ങളെ ഈ സ്തുതി ആരാധനയിലൂടെ അങ്ങ് സ്പർശിച്ചതിനായി സ്തുതിക്കുന്നു. നിങ്ങളുടെ വചനത്താൽ ഞങ്ങൾ കരുത്തുള്ളവരാകട്ടെ. പരിശുദ്ധ അമ്മേ, തിരുകുടുംബത്തിന്റെ നാഥേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹത്തിന്റെ ഭവനങ്ങളായി മാറുവാൻ അമ്മ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. കുടുംബങ്ങൾക്കായി എന്ന വചന പരമ്പര നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. നോഹയുടെ കുടുംബത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു നോഹയുടെ കുടുംബം. ഈ കാലഘട്ടത്തിലെ നമ്മുടെ കുടുംബങ്ങൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ കുടുംബമാണ് നോഹയുടെ കുടുംബം. വിശ്വാസത്യാഗം നിറഞ്ഞ, പാപത്തിലും മ്ലേച്ഛതയിലും ജീവിച്ച, ദൈവത്തെ വിട്ടുകളഞ്ഞ ആ തലമുറയിൽ നോഹയും കുടുംബം ഒറ്റയ്ക്ക്, ആരും സ്നേഹിക്കുവാനോ കരുതുവാനോ ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലും ദൈവം പറഞ്ഞ വാക്കുകളിൽ വിശ്വസിച്ചും ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ചും ആ കുടുംബം നിലകൊള്ളുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലെ വചന ശുശ്രൂഷയിലൂടെ നമ്മളിത് ധ്യാനിച്ചതാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം നോഹയുടെ കുടുംബത്തിൻ്റെ 5ാമത്തെ സവിശേഷതയാണ്. ഐക്യതയോടെ പ്രതികൂലങ്ങളെ അതിജീവിച്ച കുടുംബം. ഐക്യത്തോടെ പ്രതികൂലങ്ങളെ അതിജീവിച്ച കുടുംബം. നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ മെസ്സേജ് വലിയൊരു വെല്ലുവിളിയാണ്. എന്താ കാരണം? നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് അനേകം കുടുംബങ്ങൾ
തകർന്നുകൊണ്ടിരിക്കുക. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന വിഷയമാണ് ഇന്ന് സുപ്രീം കോർട്ട് വരെ പോകുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് അനേകം ദമ്പതിമാർ ഡിവോഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നോഹയുടെ കുടുംബം ഇതിലെന്തുമാത്രം നമുക്ക് മാതൃകയുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 23-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ കുടുംബങ്ങളോട് പറയുന്നു. ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെല്ലാം, മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. ഈ വചനത്തിലൂടെ നമ്മോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? ഭൂമുഖത്ത് ജീവനുള്ളവയെല്ലാം നശിച്ചു പോവുകയാ. എന്നാൽ നോഹയും അവന്റെ കുടുംബവും, ആ പെട്ടകത്തിലുണ്ടായിരുന്ന പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും മാത്രം അവശേഷിക്കുകയാണ്. ഭൂമുഖത്ത് വേറെ ആരും തന്നെയില്ല. പ്രിയപ്പെട്ടവരെ, എത്ര നാളുകളാണ് ഈ പെട്ടകത്തിൽ നോഹയും കുടുംബവും വസിച്ചത്? 1 വർഷവും 2 മാസവും. 1 വർഷവും 2 മാസവും പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ പക്ഷികളുടെ കരച്ചിലും മൃഗങ്ങളുടെ ഗർജനവും ഇഴജന്തുക്കളുടെ വാസവും ഇതിൻ്റെ നടുവിൽ പരാതിയില്ലാതെ, മുറുമുറുപ്പില്ലാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ ആ കുടുംബം കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. നോഹയുടെ കുടുംബത്തിൻ്റെ ശക്തി അതായിരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്നതും ഈ ഐക്യതയാണ്, ഒന്നിപ്പാണ്. ഇന്ന് അനേകം കുടുംബങ്ങളെ പിശാച് അതിവേഗം നശിപ്പിക്കുന്നുവെങ്കിൽ അതിന് കാരണം ഐക്യമില്ല, സ്നേഹത്തിൻ്റെ നിറവില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാമത്തെ തിരുവാക്യം, പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തുപോകും, അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇന്ന് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹം തണുത്തുപോയി. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സ്നേഹം തണുത്തുപോയി. അതുകൊണ്ടല്ലേ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഡിവോഴ്സിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ ഒരുങ്ങുന്നത്? ഭാര്യയോടുള്ള സ്നേഹം ഭർത്താവിൻ്റെ തണുത്തുപോയി, ഭർത്താവിനോടുള്ള സ്നേഹം ഭാര്യയുടെ തണുത്തുപോയി, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം തണുത്തുപോയി. എങ്ങും ഒരു മരവിപ്പ്, ശൂന്യത, സ്വാർത്ഥത. ഇത് പിശാച് മുതലെടുത്ത് അനേകം കുടുംബങ്ങളെ ഇന്ന് ശിഥിലമാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ നോഹയുടെ കുടുംബത്തിലോട്ട് നോക്ക്. ഒരു വലിയ പ്രതികൂലത്തിലാണ് നോഹയുടെ കുടുംബം. 1 വർഷവും 2 മാസവും. ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാം വചനത്തിൽ വ്യക്തമായ വചനം പറയുന്നുണ്ട്. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് ജലപ്രളയമുണ്ടായത്. 600 വയസ്സുള്ള സമയത്ത്. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 13-ഉം 14-ഉം വചനങ്ങളിലോട്ട് വരിക. അവിടെ വചനം പറയുകയാണ്, നോഹയുടെ 601-ാം വർഷം 1-ാം മാസം ഭൂമിയിൽ വെള്ളം വറ്റിത്തുടങ്ങി. ഭൂമിയിൽ തീർത്തും വെള്ളം വറ്റി. 14-ാം വചനത്തിൽ വീണ്ടും വചനം ആവർത്തിക്കുകയാണ്. 2-ാം മാസം 27-ാം തീയതി ഭൂമി തീർത്തും ഉണങ്ങിപ്പോയി. 1 വർഷവും ഏകദേശം 2 മാസവും നോഹയും കുടുംബവും ഈ പെട്ടകത്തിൻ്റെ ഉള്ളിൽ. ഇത് എളുപ്പമുള്ള കാര്യമാണ്. ആദ്യത്തെ 1-2 ദിവസങ്ങളൊക്കെ നമുക്ക് രസമായിട്ട് തോന്നാം, ഈ മൃഗങ്ങളോടൊപ്പമുള്ള വാസം. എന്നാൽ 24 മണിക്കൂറും മൊബൈൽ ഫോൺ വിളിക്കത്തില്ല, ന്യൂസ് പേപ്പർ വായിക്കാനില്ല, ടെലിവിഷനില്ല, സീരിയലില്ല, സിനിമയില്ല, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. ഈ പെട്ടകത്തിനുള്ളിൽ ഈ മൃഗങ്ങളോടും ഇഴജന്തുക്കളോടുമുള്ള വാസം. മനസ്സ് മടുത്തു പോകും ഏതൊരു കുടുംബത്തിൻ്റെയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ച കുടുംബം പരസ്പരം സ്നേഹിച്ച് കൃപയിൽ നിലകൊള്ളുകയാണ്. നോഹയുടെ കുടുംബം കടന്നുപോയ ഈ പ്രതികൂലം നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം.
ആ പെട്ടകത്തിനുള്ളിൽ മൃഗങ്ങളോടൊപ്പം നോഹയും കുടുംബവും വസിക്കുന്നു. രാവ് പകലാക്കി 24 മണിക്കൂർ അധ്വാനമാണ്. 1-2 മൃഗങ്ങളല്ല, ആയിരക്കണക്കിന് മൃഗങ്ങളാണ് പെട്ടകത്തിലുള്ളത്. അവയ്ക്കെല്ലാം തീറ്റ കൊടുക്കണം. എന്റെ സഹോദര സഹോദരി, ഏതൊരു വ്യക്തിയും മനമടുത്തു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നോഹയുടെ കുടുംബം ഉള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നാൽ ഇവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നില്ല, ഇവർ പരസ്പരം പഴിചാരുന്നില്ല. നോഹയുടെ ഭാര്യ ഒരിക്കലും ഈ മനുഷ്യന്റെ ഒരു ആത്മീയത, ഈ മനുഷ്യന്റെ എന്നാ വിശ്വാസ, ഇങ്ങേര് കാരണം ഞങ്ങളും ഈ ഗതികേട് അനുഭവിക്കുന്നത്, ഞങ്ങളും ഈ ദുരിതത്തിലായതെന്ന് പറഞ്ഞ് നോഹയെ കുറ്റപ്പെടുത്തുന്നില്ല. ഭർത്താവിന്റെ വിശ്വാസം തിരിച്ചറിഞ്ഞ ഭാര്യ, ഭർത്താവിന്റെ ആത്മീയതയെ മനസ്സിലാക്കിയ ഭാര്യ, അതാണ് ആ കുടുംബത്തിന്റെ കരുത്ത്. ആ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസം മനസ്സിലാക്കിയ മക്കള്. അതുകൊണ്ടാണ് പരസ്പരം കുറ്റപ്പെടുത്താതെ ആ ദുഷിച്ച തലമുറയിൽ ഭാഗവാക്കുകളാകാതെ അപ്പനോടൊപ്പം സുവിശേഷ വേല ചെയ്ത് അവർ ആ തലമുറയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലോട്ട് നോക്ക്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ പലവിധ പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. സാമ്പത്തിക തകർച്ചയാണ് നമ്മുടെ വിഷയം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആശ്രയിക്കുക. നമ്മുടെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റാൻ അവിടത്തേക്ക് കഴിയും. എനിക്കറിയാവുന്നൊരു കുടുംബം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പട്ടിണിയും കൊടും ദാരിദ്ര്യവുമായിരുന്നു. എന്നാൽ അവർ ഈ പ്രതികൂലങ്ങളിലും പരസ്പരം കുറ്റപ്പെടുത്താതെ ആ ഭാര്യയും മക്കളും, 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർക്ക്, 2 പെൺകുഞ്ഞുങ്ങളും 1 ആൺകുഞ്ഞും. ഈ കുഞ്ഞുങ്ങളൊക്കെ അന്ന് ചെറുപ്പമാണ്. ഇവർ ഇരുവരും കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചു. കടുത്ത ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെ നടുവിൽ അവർ കർത്താവിനെ ആശ്രയിച്ചു. പതുക്കെ പതുക്കെ ആ കുടുംബത്തിലേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഇന്ന് വളരെ സാമ്പത്തികമായും ആത്മീയമായും ആ കുടുംബത്തെ ഒരുപാട് കർത്താവ് അനുഗ്രഹിച്ചുയർത്തി. ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ കുടുംബം ഞങ്ങൾ ഓഫീസിൽ വന്നിരുന്നു. അവർ ഈ അനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ചപ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം നിറഞ്ഞുപോയി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവർക്ക് ഇങ്ങനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. അതെ, അവർ പറയാം, ബ്രദർ, ഞങ്ങൾ കടുത്ത പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ജീവിച്ചവരാ. എന്നാൽ ആ കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ പരസ്പരം പരാതി പറയാതെ, നീ കാരണമാണ്, ചേട്ടൻ കാരണമാണ് ഈ പ്രശ്നമുണ്ടായേ, ഈ തകർച്ചയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താതെ ഇരുവരും കർത്താവിനെ ആശ്രയിച്ച് മുന്നേറിയപ്പോൾ അത്ഭുതങ്ങളെ കുടുംബത്തിൽ സംഭവിച്ചു. ഇന്ന് ഒരുപാട് നന്മകൾ ദൈവരാജ്യത്തിന് ആ കുടുംബത്തിലൂടെ സംഭവിക്കുകയാണ്. 125-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ വചനം പറയുന്നു, കർത്താവിനെ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ഈ മെസ്സേജ് 10,000-കൾക്കാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. കർത്താവിനെ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളും കുടുംബങ്ങളും അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. നിങ്ങൾ അസ്വസ്ഥരാകരുത്. എന്ത് തന്നെ സംഭവിച്ചാലും കർത്താവ് അറിയാതെ ഒന്നും വരുന്നില്ല. വേറെ ചില കുടുംബങ്ങളുടെ അസ്വസ്ഥത, കുടുംബത്തിൽപ്പെട്ട ചിലർക്കുണ്ടായ മരണങ്ങളാണ്. പെട്ടെന്നുള്ള ചില അപകട മരണങ്ങൾ, അകാല മരണങ്ങൾ, ഇതുമൂലം തകർന്നിരിക്കുന്ന അനേകരെ കർത്താവ് ശുശ്രൂഷയിൽ കാണുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഭർത്താവും 2 ആൺമക്കളും ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. ഏകദേശം 53 വയസ്സ് പ്രായമുണ്ട്. ഈ സഹോദരനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ്, എൻ്റെ 2 മക്കളും എന്നെ വിട്ടേച്ചു പോയി. എന്നാൽ വളരെ പ്രത്യാശയോടുകൂടി പറയാണ്, എൻ്റെ കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഇന്ന് കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് വളരെ സന്തോഷവതിയായി ആ സഹോദരി ജീവിക്കുക. മാനുഷികമായി ചിന്തിച്ചാൽ വല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? പ്രിയപ്പെട്ട ഭർത്താവും തൻ്റെ
സ്വപ്നവും പ്രതീക്ഷയുമായ 2 ആൺമക്കളും നിത്യതയിലേക്ക് പോയി. ഇനി എന്തിനു ജീവിക്കണം? പക്ഷെ ആ സ്ത്രീ ഇന്ന് വളരെ പ്രത്യാശയോടെ ജീവിക്കുക. ഞാൻ ഈ അനുഭവം പറഞ്ഞത് മറ്റൊന്നിനും വേണ്ടിയല്ല. നിസാര കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അസ്വസ്ഥപ്പെട്ട് കഴിയുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് കടുത്ത ദുരിതത്തിന് നടുവിലും കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് ഈ പ്രതികൂലങ്ങൾ അതിജീവിക്കുന്ന പലരും ഇന്ന് സഭയിലുണ്ട്. അവർ ദൈവരാജ്യത്തിന് അനുഗ്രഹങ്ങളാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു അങ്കിളുണ്ട്. ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അങ്കിളാണ് സെബാസ്റ്റ്യൻ അങ്കിള്. ഈ അങ്കിൾ ഇന്ന് ഞങ്ങളോടൊപ്പം സുവിശേഷ വേല ചെയ്യുകയാണ്. അങ്കിള് ഒരു റിട്ടയേർഡ് വില്ലേജ് ഓഫീസറാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അങ്കിളിൻ്റെ ഭാര്യയും മകനും തൻ്റെ കുറച്ച് കുടുംബാംഗങ്ങളും ചേർന്ന് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥയാത്ര പോവുകയാണ്. തമിഴ്നാട്ടിൽ വെച്ച് കാർ അപകടത്തിൽ അങ്കിളിൻ്റെ ഭാര്യയും മകനും ഈ ലോകം വിട്ട് നിത്യഭവനത്തിലേക്ക് യാത്രയായി. ഈ വിവരം അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തെല്ലും ആകുലനാകാതെ വളരെ ശാന്തതയോടെ ഈ പ്രതികൂലത്തെ അതിജീവിക്കുകയാണ്. പാലക്കാട് രൂപതയുടെ അഭിമന്യ പിതാവ് ജേക്കബ് മാനത്തോടത്ത് പിതാവ് അങ്കിളിൻ്റെ വീട്ടിൽ വന്ന് അങ്കിളിന് ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞു. എന്നാൽ ഈ അങ്കിള് പിതാവിനോട് പറഞ്ഞു, പിതാവേ, എനിക്കിൽ യാതൊരു വേദനയുമില്ല. എൻ്റെ ഭാര്യയും എൻ്റെ മകനും പോയിരിക്കുന്നത് കർത്താവിൻ്റെ നിത്യഭവനത്തിലേക്കാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയാണത്. വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് പൂർണ്ണ സമയം, കുറച്ച് പ്രായമൊക്കെയായെങ്കിലും പ്രായം എല്ലാം അവഗണിച്ച് ചുറുചുറുക്കോടെ ഇന്ന് എന്തൊരു സന്തോഷത്തോടെയാണ് സുവിശേഷ വേല ചെയ്യുന്നത്. ഈ അപകടം സംഭവിക്കുന്നതിനേക്കാൾ 1 ആഴ്ച മുൻപ് അങ്കിളും ആൻറ്റി എല്ലാം കൂടി ധ്യാനം കൂടിയിരുന്നു. ഈ വചന ശുശ്രൂഷയിലൂടെ എല്ലാം അങ്കിൾ വലിയൊരു പവർ പരിശുദ്ധാത്മാവ് കൊടുത്തു. ഇന്ന് തെല്ലും അസ്വസ്ഥനാകാതെ അങ്കിൾ കർത്താവിനെ മഹത്വപ്പെടുത്തി സുവിശേഷ വേല ചെയ്യുക. അങ്ങളൊരു മകളുണ്ട്, അനു. അവൾ ഇന്ന് ഡോക്ടറാണ്. സിജോ, 2 പേരും അനുവിൻ്റെ ഭർത്താവാണ്. 2 പേരും ഡോക്ടേഴ്സാണ്. അവരും കർത്താവിൻ്റെ വേലയിൽ നിന്ന് വ്യാപൃതരാണ്. സഭാഷണങ്ങൾ പറയുന്ന തൻ്റെ കൊച്ചു സാക്ഷ്യം നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. 2008 ഏപ്രിൽ മാസം 13-ാം തീയതി എൻ്റെ ജീവിത പങ്കാളിയും മകനും അവരോടൊപ്പം 6 പേരും കൂടി വേളാങ്കണ്ണിക്ക് യാത്രയായി പുറപ്പെട്ടു. യാത്ര തുടർന്ന് ഏതാണ്ട് തൃശ്ശിനാപ്പള്ളിയിൽ എത്തിയപ്പോൾ ഉദ്ദേശം 5:30 മണിയോ സമയമായി. ആ സമയത്ത് വാഹനം അപകടത്തിൽപ്പെട്ടുവെന്ന് ഫോണിൽ കൂടെ എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. ആ സമയം ഞാൻ ഉടൻ തന്നെ ഫോണെടുത്ത് മകൻ്റെ ഫോണിൽ വിളിക്കുകയും അതിലാരും മറുപടി കിട്ടാതിരുന്നപ്പോൾ അളിയൻ്റെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആ ഫോണിൽ നിന്ന് മറുപടി കിട്ടി 2 പേരെ ഓൺ ദ സ്പോട്ടിൽ മരിച്ചുവെന്ന്. ഉടനെ തന്നെ യാത്രയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഏതാണ്ട് ഞങ്ങൾ 6 പേര് കൂടി യാത്ര ചെയ്ത് ഉദ്ദേശം 11:30 മണിയോടുകൂടി വേളാങ്കണ്ണിയിലെത്തി. ആ സമയത്താണ് അറിയുന്നത് ഭാര്യയും മകനും അവരോടൊപ്പം 4 പേരും ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു. ഇത്രയും വലിയ ഒരു ദുരന്തം എനിക്ക് അനുഭവിക്കേണ്ടി വന്നെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് എന്നോട് എന്നെ ശക്തിപ്പെടുത്തി. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നുള്ള ആ തിരുവചനം എന്നെ ശക്തിപ്പെടുത്തി. ഇത്രമാത്രമുള്ള സഹനം ഏറ്റെടുക്കുവാൻ കർത്താവാണ് എന്നെ സഹായിച്ചത്. ഇപ്പോഴും ഞാൻ പൂർവാധികം ശക്തിയോടുകൂടെ ഞാൻ ശുശ്രൂഷാ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇപ്രകാരമുള്ള സഹനങ്ങളൊക്കെ ഉണ്ടാകാം. ആ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുവാൻ യേശുവിൽ ആശ്രയിക്കുക. യേശുവിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമുക്കൊരു അതിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ഉണർവോടുകൂടെ നമുക്കും ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാം. അവിടെ നമുക്ക് എപ്പോഴും ശുശ്രൂഷയിൽ ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. അതിനായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്കിളിൻ്റെ ഈ കൊച്ചു സാക്ഷ്യം നമ്മുടെ ഹൃദയത്തിന് വലിയൊരു ആശ്വാസമാണ്. നോഹയുടെ കുടുംബത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ വരാം. എന്തുകൊണ്ടാണ് ആ കുടുംബം ഇതുപോലത്തെ പ്രതികൂലങ്ങളിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ, പരാതി പറയാതെ, അസ്വസ്ഥപ്പെടാതെ, പരിഭവിക്കാതെ അവർ സ്നേഹത്തിൽ ഒന്നിച്ചു നിന്നു? കാരണം ആ കുടുംബം കർത്താവിനെ ആശ്രയിച്ചു. ദൈവാശ്രയത്വത്തിന് ഭവനമായിരുന്നു നോഹയുടെ കുടുംബം. തളർന്നു വരുന്ന ഭർത്താവിനെ നോക്കി പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ പറയണം, ചേട്ടായി വിഷമിക്കണ്ട, അസ്വസ്ഥനാകണ്ട, ദൈവം നമുക്ക് തരും.
വേദനിച്ചിരിക്കുന്ന ഭാര്യയെ നോക്കിയതുപോലെ ആശ്വസിപ്പിക്കാൻ, അവൾ എൻകറേജ് ചെയ്യാൻ ഭർത്താവിന് കഴിയണം. പ്രിയ പേരൻസ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എൻകറേജ് ചെയ്യണം. മോനെ വിഷമിക്കേണ്ട, പഠനത്തിൽ പരാജയപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ആകുലതകളും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഒരു അപ്പൻ ഒരു അമ്മ എന്ന നിലയിൽ അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. മോനെ, ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. മോളെ, നിനക്ക് വേണ്ടത് കർത്താവ് തരും. ദ ലോർഡ് വിൽ പ്രൊവൈഡ്. നമ്മുടെ കുടുംബങ്ങളുടെ കരുത്ത് സമ്പത്തല്ല. നമ്മുടെ കുടുംബങ്ങളുടെ കരുത്ത് നമ്മുടെ കുടുംബത്തിലുള്ള വസ്തുവകകളല്ല, ഏക്കർ കണക്കിനുള്ള പറമ്പുകളല്ല, നമ്മുടെ രാഷ്ട്രീയ സ്വാധീനമല്ല, നമ്മുടെ ബുദ്ധിശക്തിയല്ല, നമുക്ക് ആരോഗ്യമുള്ള മക്കളല്ല. ഇതൊക്കെ ദൈവം തന്ന നന്മകളാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ കരുത്തെന്ന് പറയുന്നത് കർത്താവിനോടുള്ള ആശ്രയത്വമാണ്. ഐക്യതയോടെ പ്രതികൂലങ്ങൾ അതിജീവിച്ച കുടുംബമായിരുന്നു നോഹയുടെ കുടുംബം. നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ ഒരു അഭിഷേകം നമ്മുടെ കുടുംബങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പിന്നെ പരാതിയില്ല, പരിഭവങ്ങളില്ല, വേദനകളില്ല, കുറ്റപ്പെടുത്തലുകളില്ല. നമ്മുടെ കുടുംബങ്ങൾ സ്വർഗത്തിൻ്റെ ചെറിയ പതിപ്പുകളായി മാറും. ഇതാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളെയും കുറിച്ചുള്ള കർത്താവിൻ്റെ തിരുഹിതം. ഈ തിരുഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ ഈ തലമുറയ്ക്ക് നിത്യജീവൻ്റെ അടയാളങ്ങളായി മാറണം. വ്യക്തിപരമായ നിങ്ങളുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവം. നമ്മുടെ ഏകരക്ഷകനായ കർത്താവായ യേശു ദിവ്യ കാരുണ്യമായി നമ്മെ അനുഗ്രഹിക്കുവാനായി കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ കുടുംബമായി മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു. ഐക്യതയോടെ പ്രതികൂലങ്ങളെ അതിജീവിച്ച കുടുംബം. കണ്ണുനീരോടെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകം ഭവനങ്ങളെ യേശു അനുഗ്രഹിക്കുന്ന സമയമാണിത്. പലവിധ പ്രതികൂലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പ്രിയ സഹോദര സഹോദരി, ഇത് വിടുതലിന്റെ സമയമാണ്. നമ്മുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് തന്റെ വചനമയച്ച് നമ്മുടെ ഭവനങ്ങളെ സ്വതന്ത്രമാക്കുന്ന സമയം. വർഷങ്ങളായി തലമുറകളിൽ സ്വാധീനം പുലർത്തുന്ന ശാപക്കെട്ടുകളെ കർത്താവ് പൊട്ടിച്ചു കളയുന്ന സമയം. ഹൃദയം നുറുകി നമ്മുടെ കുടുംബങ്ങളുടെ തലമുറകളുടെ വിടുതലിനും വിശുദ്ധീകരണത്തിനു വേണ്ടി നമുക്ക് യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയ. കർത്താവേ, പ്രവർത്തിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് തലമുറകൾ നൽകണമേ. വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലം വേദനിക്കുന്ന രോഗികളെ വചനമയച്ച് സൗഖ്യമാക്കണമേ. സാമ്പത്തിക തകർച്ചകളുള്ളവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കണമേ. നിരന്തരമായ കുടുംബ കലഹങ്ങളെ കർത്താവെ നിർവീര്യമാക്കി അങ്ങനെ സമാധാനം കൊണ്ട് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി. അങ്ങ് അനുഗ്രഹിച്ച സൗഖ്യം നൽകിയ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ കുടുംബങ്ങൾക്ക് എന്ന വചന പരമ്പരയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തെ ആരാധിച്ച കുടുംബം. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ,